الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وقال نبينا محمد صلى الله عليه وسلم: في الدنيا كأنك غريب أو غابر السبيل وعد نفسك من أصحاب القبور. يا رب صل على من هل بالحرم طه الرسول الذي قد غص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ ഈ മാസത്തിൽ നാം ചെയ്യുന്ന സർവ്വ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബിയയുടെ മജ്ലിസ് അസ്മാഉൽ ഹുസ്ന മജ്ലിസാണ്. ഓരോ ദിവസവും ഇന്നലെ അസ്മാഉൽ ബദറിന്റെ മജ്ലിസായിരുന്നു. ഇന്ന് അസ്മാഉൽ ഹുസ്ന നമുക്കറിയാം വളരെ മഹത്വമേറിയ ഒരു മജ്ലിസാണ്. വളരെ മഹത്വമേറിയ ഒരു അമലാണല്ലോ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവിന് പരിശുദ്ധമായ ധാരാളം നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ആ നാമങ്ങൾ മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് വലിയ ഇജാബത്ത് ഉണ്ടാവുന്നു. പരിശുദ്ധ ഖുർആൻ നസ്സായിട്ട് നമുക്കത് പഠിപ്പിച്ചു തരുമ്പോൾ ആ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആ അസ്മാഉൽ ഹുസ്ന 99 പേരുകളാണ്. ആ 99 പേരുകളിൽ ഒരു നാമമുണ്ട്. ആ പേര് ഇസ്മുൽ അഅ്ളം എന്ന പേരിലാണ്. ചില ആളുകൾ പറഞ്ഞു അല്ലാഹു എന്നുള്ള ഇസ്മാണ്, ചിലർ പറഞ്ഞു യാ ഹയ്യ് യാ ഖയ്യൂം എന്നുള്ള ഇസ്മാണ്, ചിലർ പറഞ്ഞു യാ ദൽ ജലാലി വൽ ഇക്റാം എന്നതാണ് ഇസ്മുൽ അഅ്ളം. ഇസ്മുൽ അഅ്ളം എന്ന് പറയുന്ന ഇസ്മ അത് കൃത്യമായിട്ട് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, അഭിപ്രായങ്ങൾ ധാരാളമുണ്ട്. ഈ ഇസ്മ ഒരാൾ പറഞ്ഞ് ദുആ ചെയ്താൽ എന്തായാലും ഇജാബത്തുണ്ട് എന്നാണ്. അത്തരത്തിൽ നമ്മൾ ഈ ഇസ്മുകൾ ചൊല്ലുമ്പോൾ അതിലെന്തായാലും ഇസ്മുൽ അഅ്ളം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുകയും ഈ ഇസ്മുകൾ മുൻനിർത്തി ദുആ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും കഴിയുന്ന ആളുകളൊക്കെ ഈ ഇസ്മുകൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതിന്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിൽ വന്നത് കാണാം. 99 പേരുകളിൽ ഓരോ പേരിനും പ്രത്യേകതകളുണ്ട്. ഓരോ പേരിനും ധാരാളം കറാമത്തുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് ബഹുമാനങ്ങൾ ഈ ഓരോ പേരിനുമുണ്ട്. അത് ഓരോ പ്രശ്നപരിഹാരങ്ങൾക്കും മഹത്വങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സംസാരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അസ്മാഉൽ ഹുസ്നയാണ്. ഞങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളൊന്ന് ചൊല്ലി നോക്കാത്ത, പറഞ്ഞു നോക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത അമലുകളുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മുടെ മജ്ലിസുകളിൽ കൃത്യമായിട്ട് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഓരോ മജ്ലിസുകളാണ്. അല്ലാഹു എല്ലാ അമലുകളും ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക്
മഹത്തുക്കളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയതായ മജ്‌ലിസുകളാണ്. അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഇതുപോലെയുള്ളതായ മജ്‌ലിസുകൾ ഉപയോഗപ്പെടുത്താൻ ഒരാളെയും പ്രയാസപ്പെടുത്താത്ത രൂപത്തിലാണ് മീഡിയയുടെ ഈ മഹത്തായ മജ്‌ലിസുകളൊക്കെ നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാവർക്കും ഒഴിവുള്ള സമയം 5 മണിക്ക് സംരക്ഷണം ചെയ്യുന്നു. ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് 5:30 ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വേറെ മജ്‌ലിസ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ എനിക്ക് അരമണിക്കൂർ ഇരുന്ന് ഈ മജ്‌ലിസ് വീക്ഷിച്ച് ഇതിലെ ചെല്ലുന്ന ഔറാദുകൾ ദിക്റുകളൊക്കെ പങ്കെടുത്ത് സലാത്തുകളിലൊക്കെ പങ്കെടുത്ത് ദുആയിൽ ഉൾപ്പെടുക എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഇഖ്ലാസുള്ള പോലെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ ഇന്നത്തെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് അസ്മാഉൽ ഹുസ്നയുടെ ചില മഹത്വങ്ങൾ ഞാൻ ഉണർത്തുകയാണ്. അസ്മാഉൽ ഹുസ്നക്ക് എന്ന് പറഞ്ഞാൽ 99 അല്ലാഹുവിന്റെ പേരുകളാണ്. ഈ പേരുകൾ മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. പറയുകയാണ്, അല്ലാഹുവിന് 99 പേരുകളുണ്ട്. ആ പേരുകൾ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ സിനിമാ നടന്മാരുടെ പേരുകൾ ഏത് ചോദിച്ചാലും നമുക്ക് കിട്ടും, പോപ്പ് ഗായകരുടെ പേരുകൾ നമുക്ക് കിട്ടും, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ പേര് നമുക്ക് കിട്ടും, സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേര് നമുക്ക് കിട്ടും, ദുനിയാവിലെ ആളുകളുടെ പേര് ചോദിച്ചാലും കിട്ടും, വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ പേര് നമുക്ക് കിട്ടും. പക്ഷേ അല്ലാഹുവിന്റെ പേരുണ്ട് 99 പേര്. ആ പേര് നമുക്കൊന്ന് മനഃപ്പാഠമാക്കാൻ സമയമില്ല. മദ്രസകളിൽ തന്നെ ഇതിന് ഒരു അധ്യായം തന്നെ ഉണ്ട്, അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ. എന്തിനാണത്? ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇതിന്റെ മഹത്വം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയും മഹത്വമുള്ള പേരുകളാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനുള്ളത്. ആയിരക്കണക്കിന് പേര് അല്ലാഹുവിനുണ്ട്. പക്ഷേ സെലക്ടഡ് ആയിട്ടുള്ള വളരെ പുണ്യമേറിയ പേരുകളാണ് ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന പേര്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, അല്ലാഹുവിന് 99 പേരുകളുണ്ട്. ആ 99 പേരുകൾ ഒരാൾ മനഃപ്പാഠമാക്കണം. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് എന്ന് തുടങ്ങി ഇങ്ങനെ നമുക്ക് 99 പേരുകൾ പഠിക്കാൻ കഴിയില്ലേ? നമ്മളൊന്ന് വേണമെന്ന് വെച്ചാൽ ഒഴിവുള്ള സമയങ്ങളിൽ ഈ 99 പേര് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി തങ്ങൾ പറയാണ്, ഈ 99 പേര് പഠിച്ചാൽ, അതേ അവയിൽ വിശ്വസിച്ചാൽ, അത് ഉരുവിടുകയും ചെയ്താൽ, 99 പേര് പഠിക്കുന്നത് എന്തിനാണ്? ഏത് സമയത്തും മുഅ്മിനീങ്ങൾ പ്രതിസന്ധികളുമായി പ്രയാസങ്ങളുമായി പല മേഖലകളുമായി ബന്ധപ്പെടുന്നവരാണ്. ആ സമയത്തെല്ലാം യജമാനനായ റബ്ബിന്റെ പേരോർത്തുകൊണ്ട് അവൻ ചൊല്ലുകയാണ്, അവൻ പറയുകയാണ്. ആ സമയത്ത് അവനക്ക് പരിഹാരമാണ്. പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, രോഗങ്ങൾക്ക് ശിഫ വരെ മുത്തുക്കൾ രേഖപ്പെടുത്തിയ പേരുകൾ ധാരാളമുണ്ട്. ഈ പേരുകൾ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ദിയാലകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാന്മാർ ഇജാസത്ത് നൽകി. ഈ പേരുകൾ നമ്മൾ പറയുമ്പോ 99 പേര്, 90 ഓരോ പേരും 99 പ്രാവശ്യം ചൊല്ലാൻ അവർ നിർദ്ദേശിക്കും. ഓരോ പേരും 99 പ്രാവശ്യം ഒരു ദിവസം ചെല്ലണം. യാ അല്ലാഹു എന്നുള്ളത് 99 പ്രാവശ്യം ചെല്ലണമെങ്കിൽ 99 ദിവസം 99 പേര് ഓരോ ദിവസം ചൊല്ലി തീർക്കാൻ സുബ്ഹാന ജല്ല ജലാലു അല്ലാഹുവിന് പ്രത്യേകമായ പവർ നൽകുകയാണ്. ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയാണ്. ഈമാനികമായ നൂറ് കൊണ്ട് കൽബിലെങ്കും ശരീരം ലെങ്കും പ്രകാശിതമായ മുഖമാകും. ഇങ്ങനെ ഒരുപാട് മഹത്വം ഈ ആളുകൾ
ആളുകളിലൂടെ പറയുന്നത്, അസ്മായിന്റെ ആളുകളിൽ പറയുന്നത് കാണാം. ഇരിക്കട്ടെ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമ്മൾ അവസാനം പറയുന്നു, ഇതൊന്ന് 550 പേര് എന്ത് ചെയ്യണം? മനഃപ്പാടമാക്കണം, അതിൽ വിശ്വസിക്കണം, അത് ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞാൽ എന്താ കിട്ടാ? അവനക്ക് സ്വർഗമുണ്ട്, അവനക്ക് സ്വർഗമുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. 10 പേരുടെ പേരെടുത്ത് നിബിതങ്ങൾ സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ലേ? ബക്കരിൻ വഅൻ ഉമരി وعن نبي وعن عثمان ذي الكرم سعيد زبيد طلحة وأبي عبيدة وابن عوف ناشر الكرم. ഈ 10 പേരും ഇമാം ബൂസൂരി തങ്ങള് ബുർദയുടെ അവസാനത്തിൽ കൊണ്ടുവന്നില്ലേ? ഈ 10 പേർക്ക് സ്വർഗം നൽകി. സ്വർഗത്തിലാണ് അവരെന്ന് ഉറപ്പിച്ചവരാണ്. പക്ഷേ ദുനിയാവിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന പഠിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ, അതേ അതിൽ വിശ്വസിച്ച് അല്ലാഹുവിന്റെ പേരാണ് ദുനിയാവിൽ പലരുമായി അഭിമുഖീകരിക്കുമ്പോൾ പേരുകൾക്ക് വലിയ പ്രാധാന്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ പേര്, എന്നെ പോറ്റി വളർത്തുന്ന യജമാനനായ റബ്ബിന്റെ പേര് ഞാനൊന്ന് ഉരുവിടട്ടെ, ഞാനൊന്ന് ചൊല്ലട്ടെ. വീടിന്റെ അകത്തളങ്ങളിൽ ഉല്ലേഖനം ചെയ്തു വെച്ചവർ, പള്ളികളിൽ ഉല്ലേഖനം ചെയ്തു വെച്ചവർ, വാഹനങ്ങളിൽ അതേ എടുത്തു വെച്ചവർ, എവിടെയാണെങ്കിലും വെക്കുന്നതല്ലാതെ പഠിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ന് എന്റെ വോയിസ് കേൾക്കുന്നവർ, വീഡിയോ കാണുന്നവർ എല്ലാവരും ഇത് മനഃപ്പാടമാക്കണം. എന്നിട്ട് നമ്മുടെ മക്കളോടത് ചൊല്ലിപ്പിക്കാം. സുബ്ഹാനല്ലാഹ്, ഈ അടുത്തൊരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ആ വീട്ടില് പ്രീ സ്കൂളിൽ പഠിക്കുന്ന ഒരു 3 വയസ്സായ കുട്ടിയുണ്ട്. ആ കുട്ടിയോട് സംസാരിച്ചു സലാം പറഞ്ഞപ്പോൾ അടുത്തേക്ക് വന്നു. വലിയ സന്തോഷത്തോടൊരു പെൺകുട്ടിയാണ്, അവരെ വല്യുപ്പയാണ് ആ വീട്ടിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ആ വല്യുപ്പ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ പറയുന്നു, മോൾക്ക് അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയാം. കണ്ടില്ലേ, പഴയകാലം പോലെയല്ല. പുതിയ കാലത്ത് ചെറിയ മക്കളുടെ ഹൃത്തടങ്ങളിലേക്ക് ആത്മീയമായ പരിവേഷവും ആത്മീയമായ ഉന്മേഷവും ചേർത്ത് വെച്ചു കൊടുക്കുന്ന പഠന രീതികളുണ്ട്. അൽഹംദുലില്ലാഹ്, അതുമായി ബന്ധപ്പെടാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് നമുക്കറിയാം. മദ്രസ പഠനം അതേ സ്കൂളിന്റെ പേരിൽ മാറ്റിവെക്കുന്ന കാലമാണ്. മദ്രസ പഠനം നോക്കൂ, ഇപ്പോൾ സർക്കാർ വരെ സ്കൂളിന്റെ സമയം താഴോട്ടിറക്കി. ഇപ്പൊ 9:30 എന്നുള്ളത് 9 മണിയാക്കി അങ്ങനെ താഴോട്ടിറക്കിക്കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയാണ്? ഗൂഢതന്ത്രമാണ്. മദ്രസ പഠനം ഇവിടെ നിലച്ചു പോകാൻ വേണ്ടിയാണ്. അതൊരിക്കലും നിലക്കൂല. അതിനെന്ത് വേണം? മുസ്ലിമായ ഞാൻ തീരുമാനിക്കണം. മദ്രസ എന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കുന്ന, എന്നെ ഞാനാക്കുന്നതാണ് മദ്രസ. എന്റെ ഉമ്മയെ ഉമ്മ എന്ന് പഠിപ്പിച്ചു തന്നത് മദ്രസയാണ്. എന്റെ ഉപ്പയെ ഉപ്പ എന്ന് പഠിപ്പിച്ചു തന്നത് മദ്രസയാണ്. അതേ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് മദ്രസയാണ്. എന്തിനു വരണം? പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബാത്റൂമിൽ പോകുമ്പോൾ അതിന്റെ എങ്ങനെ ആയിരിക്കണം അവൻ ഇരിക്കേണ്ടത്, അവൻ എങ്ങനെയാണ് അകത്തേക്ക് കയറേണ്ടത്, പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്നുവരെ A to Z വരെയുള്ള കാര്യങ്ങള് കൃത്യമായി ഒന്നും മുറിഞ്ഞു പോകാതെ അതബോടുകൂടി അനുസരണയോടുകൂടി ആത്മീയമായി എല്ലാവരെയും പഠിപ്പിച്ചെടുക്കുന്നത് മദ്രസയാണ്. ആ മദ്രസ ഇവിടെ ഒഴിവാക്കണം. എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളെ മദ്രസ ഒഴിവാക്കണമെന്നുള്ള ചിന്തയും കൂടെ തന്ത്രവും മുന്നോട്ട് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിനെ ഏത് സ്കൂളിന്റെ ടൈം മാറ്റിയാലും മുസ്ലിമീങ്ങൾക്ക് എത്ര സ്കൂളുകളാണ്, അതേ ആ സ്കൂൾ കീപ്പ് ചെയ്ത് ആ സ്കൂളിലെ മദ്രസ മുടക്കിയിട്ടൊരു സ്കൂൾ പഠനം വേണ്ട എന്നുള്ള മൈൻഡ് മുസ്ലിമായി എനിക്കും നിങ്ങൾക്കും വരണം. അതല്ലാതെ നമ്മൾ മറ്റുള്ള സർക്കാരിനെയോ മറ്റോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ മോൻ പഠിക്കേണ്ടത് എവിടെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്റെ മോൾക്ക് ദീൻ കൊടുക്കേണ്ടത് ഞാനാണ്.
എന്റെ മോനെ ക്വാളിറ്റിയിലെത്തിക്കേണ്ടത് ഞാനാണ്. അവന് ഭൗതികം മാത്രം പഠിച്ച് അവസാനം ഭൗതികതയുടെ വളവളപ്പിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലഹരിയുടെയും അതേ വൃത്തികേടുകളുടെ കൂട്ടുകെട്ടിലും പെട്ടുകൊണ്ട് അധാർമികത തകർത്ത് മുന്നോട്ട് പോകുമ്പോ ധാർമ്മികതയെ വെല്ലുന്ന രൂപത്തിൽ അധാർമികത അവന്റെ സ്ഥലങ്ങളിലേക്ക് ചേർന്ന് വരുമ്പോ അത് അവിടെയാണ് പരാജയം. ഇത് മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ പഴയകാലത്തെ പഠനം പോലെയല്ല. മുസ്ലിമീങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ചെറിയ കുരുന്നുമക്കളടക്കം എന്തിനു പറയണം? ഉദാഹരണം, എന്റെ മോന് 3.5 വയസ്സാ 4-6 വയസ്സായപ്പോഴേക്ക് ഒരു ജുസ് ഖുർആൻ കാണാതെ പഠിച്ചു. ഇതുപോലെ നമുക്കും ഒരു ജുസ് ഖുർആൻ പഠിപ്പിക്കാൻ, അസ്മാഉൽ ഹുസ്ന പഠിപ്പിക്കാൻ, ഹദ്ദാദ് പഠിപ്പിക്കാൻ, മൗലിദ് പഠിപ്പിക്കാൻ, മുത്തുനബിയുടെ അവദാനങ്ങൾ പ്രകീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്താൻ, മുഹ്യിദ്ദീൻമാരെ അടക്കമുള്ള ആളുകൾ പഴയകാല മുസൽമാന്റെ ഈമാൻ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ടീമിന്റെ അല്ലെങ്കിൽ ന്യൂ ജനറേഷന്റെ ആളുകളിലേക്ക് പകർന്നു നൽകാനുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ധാരാളമുണ്ട്. അത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് മുസൽമാൻ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണം വരികയാണ്. ഞാൻ പറഞ്ഞത് ഈ മജ്‌ലിസോടുകൂടി അസ്മാഉൽ ഹുസ്ന എല്ലാവരും കാണാതെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ അസ്മാഉൽ ഹുസ്നയുടെ ഒരൊറ്റ മഹത്വം ഞാൻ പറയുന്നുള്ളൂ. ആ ഒരൊറ്റ മഹത്വം പറഞ്ഞു. ഇതിപ്പോ ഹദീസ് പറഞ്ഞു, ഇനി ഒരു മഹത്വം കൂടി പറയാം. മഹത്വത്തിൽ ഉദ്ധരിച്ചൊരു മഹത്വം അത് കേട്ടാൽ നിങ്ങൾ ചിന്തിക്കും, അല്ലാഹു അസ്മാഉൽ ഹുസ്ന എന്നും ചെല്ലണം എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്താണത്? പറയുകയാണ്, അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പടക്കുകയാണ്. ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. ആ മലക്കിന്റെ രൂപം മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. ആ മലക്കിന് 1000 തലകളാണുള്ളത്. എത്ര തല? 1000 തല. സുബ്ഹാനല്ലാഹ്, 1000 തലയാണ് ആ മലക്കിനുള്ളത്. ഓരോ തലയിലും 1000 മുഖമുണ്ട്. ഓരോ തലയിലും 1000 മുഖമുണ്ട്. ഓരോ മുഖമിലും 1000 വായയുണ്ട്. 1000 വായയുള്ള മുഖമാണ്. ഓരോ മുഖത്തിലും 1000 വായകളുണ്ട്. ഓരോ വായിലും 1000 നാവുകളുണ്ട്. മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു, ഓരോ വായിലും 1000 നാവുകളുണ്ട്. ആ നാവുകളെ കൊണ്ട് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലലാണ് ആ മലക്കിന്റെ ജോലി. ആ മലക്ക് അല്ലാഹുവിനോട് ചോദിക്കുമത്ര, അല്ലാഹ് ഇത്രയും തസ്ബീഹുകൾ ചൊല്ലുന്നു നിനക്ക് ഞാൻ, ഇതിനേക്കാൾ നിന്റെ അടിമകളിൽ അല്ലെങ്കിൽ ആദം സന്തതികൾ ആദം നബിയുടെ മക്കളിൽ ആരെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരുണ്ടോ റബ്ബേ? അവരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നാൽ അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യാം എന്ന് അല്ലാഹുവിനോട് ആ മലക്ക് പറയുമത്രേ. സുബ്ഹാനല്ലാഹ്, ആലോചിക്കേ, ഒരൊറ്റ ദിക്ർ എഴുതിയാൽ എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ദിക്റാണ്. ഈ ദിക്ർ ചെല്ലുന്ന തസ്ബീഹ് ചെല്ലുന്ന മലക്കിനേക്കാൾ ഇബാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ പവറുള്ള ഒരു മനുഷ്യൻ നിന്റെ അടിമകളിൽ ഉണ്ടെങ്കിൽ ആ അടിമയെ ഞാനൊന്ന് മുസാഫഹത്ത് ചെയ്യണം, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. ഉടനെ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ഉണ്ട്. ഓ മലക്കിനെ വിളിച്ചുകൊണ്ട് പറയാൻ, അതേ ഇന്ന വ്യക്തി എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ചിട്ട് എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ആ ഇരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തിരുന്ന് സുബ്ഹാനല്ലാഹ് 10 അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ 10 അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ അധികം നേരം വേണോ? വേണ്ട. 10 അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ 12 മിനിറ്റ് മതി. സുബ്ഹാനല്ലാഹ്, 12 മിനിറ്റ് അവൻ ഉപയോഗപ്പെടുത്തിയാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമുള്ള പ്രതിഫലമാണ് അവനക്ക് നൽകുന്നത്. നിങ്ങളെക്കാൾ ശ്രേഷ്ഠത അവനക്കുണ്ടേ.
നിങ്ങൾ ചെല്ലുന്ന ലക്ഷക്കണക്കിന് ദിക്റിനേക്കാളും പ്രതിഫലം അവനക്ക് ഞാൻ നൽകുന്നതാണെന്ന് അല്ലാഹു പറയുന്നത് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ തീരുമാനിക്കും, അസ്മാഉൽ ഹുസ്നയിൽ സുബഹിക്ക് ശേഷം നിങ്ങൾ ചൊല്ലാൻ ശ്രമിച്ചു നോക്ക്. കുറേ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നു, കുറേ മജ്‌ലിസുകളിൽ ഞാനുണ്ട്. ഉസ്താദേ, ഞാൻ ആ മജ്‌ലിസിലുണ്ട്, ഈ മജ്‌ലിസിലുണ്ട്, മറ്റേ മജ്‌ലിസിന്റെ അഡ്മിനാണ്, ഇങ്ങനെ പറയാ എന്നല്ലാതെ മാറ്റങ്ങൾക്ക് വിധേയമാണോ? ഹറാമ് ഹറാമായി കാണുന്ന, ഹലാല് ഹലാലായി കാണുന്ന രൂപത്തിൽ എത്ര മജ്‌ലിസുകളുണ്ട് ഇവിടെ. സുബ്ഹാനല്ലാഹ്. മജ്‌ലിസുകൾക്ക് കുറവില്ല, ആത്മീയ മജ്‌ലിസുകൾക്ക് കുറവില്ല. പക്ഷേ ആത്മീയ മജ്‌ലിസുകൾ കൊണ്ടുകൂടുമ്പോൾ ആത്മീയത ചോർന്നു പോകുന്ന സാഹചര്യം വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരട്ടെ. അറബിയുടെ ഈ മജ്‌ലിസ് അരമണിക്കൂറാണുള്ളത്. അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. ഇത് നിങ്ങൾ വീക്ഷിച്ച് ഇൽമു നേടി ഈ മജ്‌ലിസിലെ ദുആയിൽ പങ്കെടുക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ പലപ്പോഴും നമ്മുടെ പള്ളികളിലും മറ്റൊക്കെ ഒരു ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അതിൽ രോഗിയായിട്ട് ദീനിയിലുള്ള ഒരു ബഷീർ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അദ്ദേഹം ഉറുദു ഹോസ്പിറ്റലിലാണ്, വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. ഇൻഷാ അല്ലാഹു സലാമത്ത് നൽകട്ടെ. അങ്ങനെ ലക്ഷദ്വീപിലുള്ള ഒരുപാട് ആളുകൾ, ഒരു ചെറുപ്പക്കാരനെ എടുത്തു മരണപ്പെട്ടു, കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ ഒരുപാട് പേരുണ്ട് ദുആ കൊണ്ട് ഏൽപ്പിക്കും. ദിനേന സ്ഥിരം നമ്മളോട് ദുആ കൊണ്ട് പറയുന്നവർ, നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് കൈത്താങ്ങായവർ, ഭക്ഷണം നൽകിയവർ, സദാ ഉമ്മമാര് ഭക്ഷണം നൽകിയവരുണ്ട്. പല മഹല്ലുകളിൽ നിൽക്കുമ്പോഴും ഭക്ഷണം നൽകുന്നവർ, നൽകിക്കൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടി അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ നിങ്ങൾ ചൊല്ലണം. സ്ക്രീനിലൊന്നും വിടേണ്ടതില്ല. അസ്മാഉൽ ഹുസ്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള ഏടുകളും സയഫുകളും അതുപോലെ മൗലിദ് കിതാബുകളും ഏടുകളൊക്കെ ധാരാളം ഉപയോഗപ്പെടുത്താം. വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്നവരൊക്കെ അതൊക്കെ പൊടിയൊക്കെ തട്ടി ഒന്ന് എടുത്ത്, മൗലിദിന്റെ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മുടെ മുത്തുനബിയെ കുറിച്ച്, അവിടുത്തെ ഓരോ വിശേഷണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. എല്ലാ ദുനിയാവിന്റെ യൂട്യൂബർമാരെ കുറിച്ചും വ്ളോഗർമാരെ കുറിച്ചും രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ പഠിക്കാൻ നേരം കണ്ടെത്തുന്ന നമ്മൾ നമ്മുടെ റോൾ മോഡലായ മുത്തുനബിയെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവിടത്തേക്ക് അടുക്കാനും സലാത്തുകൾ ചൊല്ലി മദീനയിലെത്താനും നമുക്ക് ഇടം കാണാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതിന് പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും മജ്‌ലിസ് ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇലാ ഹളറത്തി സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. آمين. بسم الله الرحمن الرحيم. اللهم إني أسألك وأتوسل إليك وأتضرع إليك بأسمائك الحسنى يا الله جل جلاله، يا رحمن جل جلاله، يا رحيم جل جلاله، يا ملك جل جلاله، يا قدوس جل جلاله، يا سلام جل جلاله، يا مؤمن جل جلاله، يا مهيمن جل جلاله، يا عزيز جل جلاله، يا جبار جل جلاله، يا متكبر جل جلاله، يا خالق جل جلاله، يا بارئ جل جلاله، يا مصور جل جلاله، يا غفار جل جلاله، يا قهار جل جلاله، يا وهاب جل جلاله، يا رزاق جل جلاله، يا فتاح جل جلاله، يا عليم جل جلاله، يا قابض جل جلاله، يا باسط جل جلاله، يا خافض جل جلاله، يا رافع جل جلاله، يا
معز جل جلاله، يا مذل جل جلاله، يا سميع جل جلاله، يا بصير جل جلاله، يا حكم جل جلاله، يا عدل جل جلاله، يا لطيف جل جلاله، يا خبير جل جلاله، يا حليم جل جلاله، يا عليم جل جلاله، يا غفور جل جلاله، يا شكور جل جلاله، يا علي جل جلاله، يا كبير جل جلاله، يا حكيم جل جلاله، يا لطيف جل جلاله، يا حسيب جل جلاله، يا جليل جل جلاله، يا كريم جل جلاله، يا رقيب جل جلاله، يا مجيب جل جلاله، يا واسع جل جلاله، يا حكيم جل جلاله، يا ودود جل جلاله، يا مجيد جل جلاله، يا باعث جل جلاله، يا شهيد جل جلاله، يا حق جل جلاله، يا وكيل جل جلاله، يا قوي جل جلاله، يا متين جل جلاله، يا ولي جل جلاله، يا حميد جل جلاله، يا محصي جل جلاله، يا مبدئ جل جلاله، يا معيد جل جلاله، يا محيي جل جلاله، يا حي جل جلاله، يا قيوم جل جلاله، يا واجد جل جلاله، يا ماجد جل جلاله، يا واحد جل جلاله، يا صمد جل جلاله، يا قادر جل جلاله، يا مقتدر جل جلاله، يا مقدم جل جلاله، يا مؤخر جل جلاله، يا آخر، يا أول جل جلاله، يا آخر جل جلاله، يا ظاهر جل جلاله، يا باطن جل جلاله، يا والي جل جلاله، يا متعالي جل جلاله، يا بر جل جلاله، يا التواب جل جلاله، يا منتقم جل جلاله، يا غفور جل جلاله، يا رؤوف جل جلاله، يا مالك الملك جل جلاله، يا ذا الجلال والإكرام جل جلاله، يا مقسط جل جلاله، يا جامع جل جلاله، يا غني جل جلاله، يا مغني جل جلاله، يا مانع جل جلاله، يا الله جل جلاله، يا نافع جل جلاله، يا نور جل جلاله، يا هادي جل جلاله، يا بديع جل جلاله، يا باقي جل جلاله، يا وارث جل جلاله، يا رشيد جل جلاله، يا صبور جل جلاله. أن تحفظني بحفظك وتحميني بحمايتك وتكفيني بكفايتك وتحرسني بحولك وقوتك وتعيذني بتعييدك وتنصرني بنصرك وتهديني بهدايتك وترعاني برعايتك وتنظر إلي بغير عنايتك وأن تجعلني من عبادك
عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന നിങ്ങൾ പഠിക്കുകയും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക. വലിയ ഫലമുള്ള ഒരു അമലാണ് അസ്മാഉൽ ഹുസ്ന. അത് നമുക്ക് എല്ലാത്തിനും പരിഹാരമാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്ത ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു നമ്മുടെ നേരുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ. നമ്മൾ ഈ സമയത്ത് ഉച്ച സമയത്ത് എല്ലാവരും വിശ്രമിക്കേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ മജ്‌ലിസ് നടത്തി ദുആ ചെയ്യുന്ന അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളൊക്കെ നീക്കം ചെയ്യട്ടെ, പ്രതിസന്ധികളൊക്കെ തട്ടിമാറ്റട്ടെ, മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. മഹത്തുക്കളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്, വിശുദ്ധമായ മുഹറം മാസത്തിൽ തിങ്കളാഴ്ച ദിവസത്തിൽ റഹ്മാനേ അസ്മാഉൽ ഹുസ്നയാവുന്ന ഏറ്റവും പവിത്രമായ നിന്റെ പേരുകൾ ചൊല്ലിയ മജ്‌ലിസാണ്. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ധാരാളം മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ടെല്ലാം നിറവേറ്റിത്തരണേ അല്ലാഹ്. എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ തട്ടിമാറ്റണേ അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ നൽകില്ല അല്ലാഹ്, ട്യൂമർ നൽകില്ല അല്ലാഹ്, വിസ്മാരകം നൽകില്ല അല്ലാഹ്, മാനസിക രോഗങ്ങൾ നൽകില്ല അല്ലാഹ്, കീറി മുറിക്കുന്ന രോഗങ്ങളൊന്നും നൽകില്ല അല്ലാഹ്. അല്ലാഹുവേ, ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങൾ നൽകില്ല അല്ലാഹ്. കീമ് ചെയ്യേണ്ട റേഡിയേഷൻ ചെയ്യേണ്ട അവസ്ഥ നൽകില്ല അല്ലാഹ്. കീറി മുറിക്കേണ്ട അവസ്ഥ നൽകില്ല അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ജഡങ്ങളാക്കില്ല അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ദിനേന ദുആ കൊണ്ടേൽപ്പിക്കുന്നവർ, പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അല്ലാഹുവേ, ശരീരവേദന ഉള്ളവർ, മറ്റു ശരീരത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ ശിഫാഅ് നൽകണേ അല്ലാഹ്. സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിവാഹപ്രായമെത്തിയിട്ടും മനകളെ ലഭിക്കാത്തവരുണ്ട്. റബ്ബേ, ഖൈറായതെല്ലാം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിളീങ്ങളും ഇരുലോകത്തും കൺകുളിർമയായ മക്കളാക്കണേ അല്ലാഹ്. അവരുടെ പരീക്ഷകൾ, കോഴ്സുകൾ, പഠനത്തിൽ പുരോഗതിയും വിജയവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഖിദ്മ ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തവരാണ്. ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. ഞങ്ങളെ മക്കളെ നോക്കുന്നവരാണ്, വീട് നോക്കുന്നവരാണ്. ഏത് കാര്യങ്ങളും പ്രതിസന്ധി അനുഭവിച്ച് പ്രയാസം അനുഭവിച്ച് നോക്കുന്നവരാണ്. അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, വീട്ടുജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, മക്കളെ നോക്കുന്നതിൽ സംരക്ഷണം നൽകണേ അല്ലാ. അവരെ വീടുകളിൽ ഒറ്റക്കാക്കി ഞങ്ങൾ പലയിടത്തും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം വേണ്ട എല്ലാ സംരക്ഷണം നൽകണേ അല്ലാ. മഹത്തുകളുടെ നവർ മദദ് നസർ ഹിമായത്ത് നൽകണേ അല്ലാ. ആ വീടുകളിലൊക്കെ സ്വാലിഹീങ്ങളെ മൽജാക്കി മാറ്റി കൊടുക്കണേ അല്ലാ. വേണ്ടാത്ത ചിന്തകൾ ഞങ്ങളെ ഭാര്യമാർക്കോ പെൺമക്കൾക്കോ നൽകില്ല അല്ലാ. വിവാഹപ്രായമെത്തിയ പെൺമക്കളുള്ളവരുണ്ട്, അന്യന്റെ കൂടെ അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം നൽകല്ല അല്ലാ. മാതാപിതാക്കളെ ഓർത്തു ജീവിക്കാൻ പെൺമക്കൾക്ക് തൗഫീക്ക് കൊടുക്കണേ അല്ലാ, ആൺമക്കൾക്ക് തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഇണകളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മദ്രസ പഠനം ആത്മീയ പഠനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സ്കൂളിന്റെ പേര് പറഞ്ഞ് മദ്രസ മുടക്കുന്നവരാക്കല്ലേ അല്ലാ. ദീനായി മനസ്സിലാക്കാൻ ഇസ്ലാമായി പഠിക്കാൻ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അവസരം നൽകണേ അല്ലാ. മുസ്ലിമീങ്ങൾ നടത്തുന്ന സർവ്വ സ്ഥാപനങ്ങൾക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാ. റഹ്മാനെ, പ്രതിസന്ധിയുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, നീക്കം ചെയ്യണേ അല്ലാ. കടം വലിയൊരു മുസീബത്താണ് റബ്ബേ, കടക്കാരാക്കല്ലേ അല്ലാ. കടമുള്ളവർക്ക് കാശ് കൊടുക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട്. അല്ലാഹുവേ, അവരുടെ കൽബിൽ ഹൃദയത്തിൽ കൃപ ചെയ്തു കൊടുക്കണേ അല്ലാ. അവർക്ക് കടക്കാൻ പൈസ വാങ്ങിയവരോട് കൊടുത്തവരോട് കൃപ നൽകണേ അല്ലാ. വീട്ടിൽ വന്ന് ശബ്ദമുയർത്തുന്ന അവസ്ഥ നൽകില്ല അല്ലാ. ഈ മജ്‌ലിസുകളൊന്നും വെറുതെ ആക്കല്ല അല്ലാ. കിബ്ർ ഞങ്ങളെ ഹൃദയത്തിൽ നൽകല്ല അല്ലാ. റുജുബ് നൽകല്ല അല്ലാ. ഹിഖദ് നൽകല്ല അല്ലാ. ഹസദ് നൽകല്ല അല്ലാ. ഗളബ് നൽകല്ല അല്ലാ. ഖൽബിയായ ഒരു രോഗവും നൽകല്ല അല്ലാ. നന്മയുടെ വാഹകരായി, നന്മ മാത്രം പ്രവർത്തിക്കുന്നവരായി, ഓൺലൈൻ മജ്‌ലിസ് ആണെങ്കിലും ഓഫ്ലൈൻ മജ്‌ലിസ് ആണെങ്കിലും തഖ്വയും ഇഖ്ലാസും നൽകണേ അല്ലാ. പൈസ മാത്രം കൈമുതലായി ജീവിക്കുന്നവരാക്കല്ല അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. ഇസ്ലാമുള്ളവരാക്കണേ അല്ലാ. ഞങ്ങൾ പറയുന്ന, പഠിപ്പിക്കുന്ന, പകർന്നു നൽകുന്ന ആ ഇൽമിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും ഇസ്സത്തും സലാമത്തും നൽകണേ അല്ലാ. അവരെ റഹ്മാൻ, അവരെ ഇൽമാണ് ഞങ്ങൾക്ക് പകർന്നു തന്നത് റബ്ബേ. അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന്റെ യശസ്സ് ഉയർത്തണേ അല്ലാ. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് പോലുള്ള ബിദ്അഈ പ്രസ്ഥാനക്കാരിൽ ഒരാളെയും ഞങ്ങളിൽ നിന്ന് കുടുംബാംഗങ്ങളെയോ മക്കളെയോ കൂട്ടുകുടുംബാദികളെയോ ഒരാളെയും നീ കൊടുത്ത് ഈമാൻ കളങ്കപ്പെടുത്തല്ല അല്ലാ. മാല പാടാൻ, മൗലിദ് ഓതാൻ, അതുപോലെ റാത്തീബുകളൊക്കെ ചൊല്ലാനും പറയാനും കുതുബിയത്തടക്കമുള്ളത് മനസ്സിലാക്കാനും തൗഫീഖ് നൽകണേ അല്ലാ. ഈമാനിന്റെ നിറകുടങ്ങളാക്കണേ അല്ലാ. ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മാസം കടന്നു വരികയാണ്. 1500ാമത് ജന്മദിനം അടുക്കുകയാണ്. റബ്ബേ, മുത്തുനബിയിലേക്ക് അടുക്കാൻ സലാത്ത് ചൊല്ലി 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 മദീനയിൽ എത്തിക്കണേ അല്ലാ. മനാമിലെങ്കിൽ ഒന്ന് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. ആ ഹബീബ് കൈപിടിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹൗലുൽ കൗസർ നൽകണേ അല്ലാ. ശഫാഅത്ത് നൽകണേ അല്ലാ. സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞ അട്ടിയോടിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, മഹാന്മാരുടെ മദദ് നസർ നൽകണേ അല്ലാ. അസ്മാഉൽ ഹുസ്ന എന്നും ജീവിതത്തിൽ പകർത്താൻ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രായം ചെന്ന ഉപ്പമാര്, ഉമ്മമാര് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയവരാണ്. വീടിന്റെ അകത്തളങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർ, രോഗികളായി കഴിയുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ ശിഫാ നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ജ്യേഷ്ഠാനുജന്മാരെ ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും തോക്കത്തൊക്കെ നൽകണേ അല്ലാ. ഹിദായത്തില്ലാത്തവർക്ക് ഹിദായത്ത് നൽകണേ അല്ലാ. നിസ്കാരമില്ലാത്തവർക്ക് നിസ്കാരം നൽകണേ അല്ലാ. റഹ്മാനെ, ഉദാരമതികളായി ഞങ്ങളെ നീ മാറ്റണേ അല്ലാ. എന്തെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ സ്വതക്ക കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ നൽകിയതിൽ നിന്ന് കൊടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എന്റെ മജ്‌ലിസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. റബ്ബേ,
അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ശിഥിലമാകുന്ന ദാമ്പത്യ ജീവിതമാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറിച്ചുള്ള ചിന്ത നൽകണേ അല്ലാ. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുള്ള ചിന്ത നൽകി നല്ല കെട്ടുറപ്പുള്ള ജീവിതം നൽകണേ അല്ലാ. ഒരുമിച്ചിരിക്കാനും സന്തോഷം പങ്കിടാനും തൗഫീഖ് നൽകണേ അല്ലാ. പ്രവാസികൾ ധാരാളമുണ്ട്. പ്രവാസ ലോകത്ത് പ്രതിസന്ധിയും ചൂട് നിറഞ്ഞ സമയമാണ്. ചൂടൊക്കെ ഒഴിവാക്കി മഴ വർഷിപ്പിക്കണേ അല്ലാ. തണുപ്പ് നൽകി സമാധാനം നൽകി ഉദ്ദേശിച്ചത് സമ്പാദിച്ച് നാട്ടിൽ വരാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ കൈത്താങ്ങായവർ പലരുമുണ്ട് റബ്ബേ. ഞങ്ങൾ ഓർത്തോർത്ത് കരയാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. ഞങ്ങളെ കാര്യത്തിന് വേണ്ടി സഹായിച്ചവരാണല്ലോ റബ്ബേ. ഞങ്ങളെ സ്ഥാപനത്തിനെ, ഞങ്ങളെ മദ്രസയെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ സഹായിച്ചവരാണല്ലോ റബ്ബേ. അതോർത്തോർത്ത് കരഞ്ഞ് തഹജ്ജുദിന്റെ സമയത്തും എല്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. പലരും ഖബറിലാണ് റബ്ബേ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഒരു സഹോദരൻ വളരെ ഉദാരമതിയാണ്, ചെറുപ്പക്കാരനാണ്. എത്ര ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു, എത്ര ആളുകൾക്ക് ബിസിനസ് അവസരം നൽകി, എത്ര ആളുകൾ ഉംറക്ക് കൊണ്ടുപോയി, അവസാനം വിട പറഞ്ഞു പോയി. റബ്ബേ, നിന്റെ അജ്രിയായ ഖളായിൽ അതുള്ളതാണ്. ആ സഹോദരന് നീ സ്വർഗം നൽകണേ അല്ലാ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുമ്പോ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ ഒരു വീടെന്ന് പറയുന്നത്. ആ വീട് നൽകിയവർ റബ്ബേ, അവർക്ക് സ്വർഗം നൽകി കൊടുക്കണേ അല്ലാ. ഇപ്പോഴും വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുആ സ്വീകരിക്കണേ അല്ലാ. പ്രളയങ്ങൾ നൽകല്ല അല്ലാ, പേമാരികൾ നൽകല്ല അല്ലാ, കടൽക്ഷോഭങ്ങൾ നൽകല്ല അല്ലാ, ദുരന്തങ്ങളും ദുരിതങ്ങളും നൽകല്ല അല്ലാ, ഭൂമി കുലുക്കം നൽകല്ല അല്ലാ. അല്ലാഹുവേ, ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്ന് പ്രവഹിക്കുന്നതായ അപകടങ്ങളും മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെൺമക്കളെ നീ സംരക്ഷിക്കണേ അല്ലാ. കലാലയങ്ങൾ, നന്മ നിറഞ്ഞ കലാലയങ്ങളിലേക്ക് ഞങ്ങളെ മക്കളെ വിടാനും ദീനീ ചുറ്റുപാടിൽ വളർത്താനും തൗഫീഖ് നൽകണേ അല്ലാ. പഠിക്കുന്ന പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ. ഭാര്യമാരുടെ വീട്ടുജോലികളിൽ, കുടുംബം നോക്കുന്നതിൽ, മക്കളെ നോക്കുന്നതിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ മഹല്ല് ജമാഅത്തിന്റെ കാരണവന്മാര്, അധികാരികൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, സംഘ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞവർ, സംഘടനയെ സ്നേഹിക്കുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ, എല്ലാവർക്കും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. വിവാഹപ്രായത്തിയവർക്ക് അനുയോജ്യ അണകൾ അടിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ വെറുതെയാക്കല്ല അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم تقبل دعاءنا بحق سيد الوجود سيدنا محمد صلى الله عليه وسلم وبحق هذا الشهر العظيم وبحق هذا اليوم العظيم وبحق هذا المجلس المبارك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് എല്ലാവരും മജ്ലിസ് കാണണം, ഷെയർ ചെയ്യണം, ആളുകളൊക്കെ പങ്കെടുപ്പിക്കണം. നല്ല ഇൽമും നല്ല മജ്ലിസുമാണ്. അധികം നിങ്ങളെ പ്രയാസപ്പെടുത്താതെ വേഗം തീർക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ നസീഹത്ത് കൂടുന്നത് കൊണ്ടാണ്. എന്തായാലും ഇൽമും ഇബാദത്തും എല്ലാം കൂടിയ ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുള്ളവർ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുമ്പോൾ അതിൽ അറിയിച്ചാൽ പ്രത്യേകം ദുആ ചെയ്യും. ആരും എന്നെ വിളിക്കാൻ പാടില്ല, മെസ്സേജ് അയച്ച് ഇൻഷാ അല്ലാഹ് ആ ദുആയിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.